നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ഇതെന്തിനാ ബെഡ്ഷീറ്റ് വിരിയുന്നേ? ഞാനിന്ന് ഇവിടെയാ കിടക്കുന്നത്. എങ്കിൽ ഞാനൊന്ന് ഇവിടെ തന്നെ. ഒരുമിച്ച് കിടക്കാൻ പേടിച്ചിട്ടാ ഞാൻ മാറി കിടക്കുന്നത്. പേടിയുണ്ടെങ്കിൽ ഒരുമിച്ച് കിടക്കല്ലേ വേണ്ടത്? ഒരുമയുണ്ടെങ്കിൽ ഒലക്കലും കിടക്കാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മ പറഞ്ഞത് കേട്ടല്ലോ, നമ്മുടെ താലി പൊട്ടി വീണ ദോഷം മാറണ്ടേ? ഓ പിന്നെ അതിന് നമ്മൾ വീണ്ടും കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. മാറി നിക്ക്. ഒന്നുമില്ലെന്ന് ആര് പറഞ്ഞു? എന്തോ ഉണ്ടെന്ന് പാറും പറഞ്ഞല്ലോ. അവിടെ മാറി നിക്ക്. ശാന്തി മുഹൂർത്തം കഴിയുന്നത് വരെ ബോഡി ടച്ചിങ് പാടില്ല. അങ്ങനെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ടച്ചിങ്സ് ആവാം, ദർശനവും സ്പർശനവും പുണ്യമാണെന്നാണ് മഹർഷികൾ പറഞ്ഞിട്ടുള്ളത്. ഏത് മഹർഷി? അങ്ങനെ ഒരു മഹർഷിയെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ, എല്ലാ മഹർഷികളെയും നിനക്കറിയാവോ? അവരുടെ എല്ലാ ആശ്രമങ്ങളിലും പത്രം കൊടുത്തിരുന്ന നീയാണോ? കൂടുതൽ വാചകം അടിക്കണ്ട. പോയി കിടന്നുറങ്ങ്. ഞാൻ നീ സെറ്റിയിലേ കിടക്കുന്നുള്ളൂ. നീ വാശി പിടിച്ച ഞാൻ ബാൽക്കണിയിൽ പോയി കിടന്ന് മഞ്ഞുകൊണ്ട് തണുത്ത് വിറച്ച് പനിയും ജലദോഷം പിടിച്ച് കിടക്കും. എനിക്ക് വല്ല ഡെങ്കിപ്പനി പിടിക്കുമ്പോ നീ കുറ്റബോധം കൊണ്ട് നീറും. നിങ്ങൾക്ക് വരുന്നതേ ഡെങ്കിപ്പനി ആയിരിക്കില്ല, പക്ഷിപ്പനിയായിരിക്കും. അതാ കോഴികൾക്ക് വരുന്നത്. സ്വന്തം ഭാര്യയോട് പഞ്ചാര അടിക്കുന്നത് കോഴിത്തരാണോ? പഞ്ചാര എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ടച്ചിങ് വേണ്ടെന്നാ പറഞ്ഞേ. ഓഹോ, അപ്പൊ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മാറ്. ഗൗതം വേണ്ട, പോണ്ട. വേണം. ഈ കോഴി നിലത്ത് കിടന്നോളാം. പിണങ്ങിയോ? എങ്കിൽ ഞാൻ കട്ടിൽ കിടന്നോളാം. പക്ഷേ നമ്മുടെ ഇടയിൽ ഞാനൊരു ബൗണ്ടറി തീർക്കും. എന്ത് ബൗണ്ടറി? അതിപ്പോ ഞാൻ കാണിച്ചുതരാം. ഇതെന്താ, നീ തലയണോണ്ട് വേലി കെട്ടുന്നോ? യെസ്, ഈ ബൗണ്ടറി ഗൗതം ക്രോസ് ചെയ്യാൻ പാടില്ല. അതെന്താ നീ എന്റെ പേര് മാത്രം പറഞ്ഞത്? നീ ക്രോസ് ചെയ്ത കുഴപ്പമില്ലെന്നാണോ? ഞാൻ എന്തായാലും ക്രോസ് ചെയ്യില്ല. ഞാനേ കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാ. ഞാൻ പക്ഷെ കുടുംബത്തിലല്ല, ഹോസ്പിറ്റലിലാ പറഞ്ഞത്. അയ്യേ, കൂടുതൽ ചളി അടിക്കണ്ട. ഈ ബൗണ്ടറി കടക്കില്ലെന്ന് ഗൗതം എനിക്ക് വാക്കു തരണം. പക്ഷെ ഉറക്കത്തിൽ ഞാൻ കയ്യും കാലും ഒക്കെ എടുത്തു വെച്ച് തലയണ നീങ്ങി പോയാലോ? ഞാൻ അറിയാതെ ഉരുണ്ട് നിന്റെ അടുത്ത് വന്നാലോ? അതൊരു പ്രശ്നമാണല്ലോ. ഈ മനസ്സിലെ മോഹങ്ങൾക്ക് തലയണ കൊണ്ട് വേലി കെട്ടാൻ പറ്റുമോ? പറ്റണം. ഞാനേ ബാഗ് കൂടി എടുത്തു വെച്ച് ഈ വേലി ഒന്ന് സ്ട്രോങ് ആക്കിയേക്കാം. എനിക്കെന്നെ വിശ്വാസമാണ്. സ്വയം വിശ്വാസം ഇല്ലാത്തവരാണ് ഈ വേലി കെട്ടുന്നത്. എന്താ പറഞ്ഞേ? സത്യം പറയാലോ, ശാന്തി മുഹൂർത്തത്തിന് മുമ്പ് നീ എന്നെ ആക്രമിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എടാ ദുഷ്ട, നീ എന്താ പറഞ്ഞേ? കാണിച്ചു തരണം നിന്നെ. ഞാൻ ആക്രമിക്കുമല്ലേ? അനാവശ്യം പറയുന്നോ? എന്തനാവശ്യം? ഈ അനാവശ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. കൊല്ലിഞ്ഞ മതി മതി. ആരവിടെ? നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ആ ശിവാനി വന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ പില്ലോ ഫൈറ്റിനിടെ കയറി വന്ന് അവളെ ശരിപ്പെടുത്തണം. അത് ഞാൻ ഏറ്റു. ഞാനും. അപ്പാ
സ്നാനം ചെയ്യായിരുന്നോ? അല്ലമ്മ, അമ്മ എന്താ അങ്ങനെ ചോദിച്ച? നിങ്ങളെ കണ്ടപ്പോ അങ്ങനെ തോന്നി. മുഴുവനും പഞ്ഞി. ഓ, അതാണോ അമ്മ ഉദ്ദേശിച്ചത്? ഒരു പില്ലോ പൊട്ടി, അതിന്ന് പഞ്ഞി പാറിയതാ. കല്യാണം കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ റൂമിലും സ്ഥിരം പഞ്ഞി പാറാറുണ്ടായിരുന്നു.